ഒരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെഷർമെൻറ്റ്സും ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് 1 കിലോ ബീഫും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി നമ്മുടെ മിക്സിയിൽ ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ കാഷ്യൂനട്ട് അരച്ചതാണ് നമ്മൾ അതിലേക്ക് ചേർത്തേക്കുന്നത്. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ മസാലാസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ട് നമുക്ക് ഈ ബീഫും മസാലാസും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 1 അവർ ഇത് മസാല പിടിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് സ്ലോ കുക്ക് ചെയ്താണ് എടുക്കേണ്ടത്. ഇതേ സമയം നമുക്ക് അപ്പുറത്ത് വേറൊരു പാനിൽ റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചൂടായ നെയ്യിലേക്ക് സ്പൈസസും അതൊന്ന് സോട്ടായി വരുമ്പോൾ റൈസും ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് അല്പം നാരങ്ങ നീരും ഉപ്പും ഫ്രൈഡ് ഓനിയൻസും ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കണം. ഇടയ്ക്ക് നമ്മുടെ ബീഫിൻ്റെ മസാല ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. എന്നിട്ട് സ്ലോ കുക്ക് ചെയ്ത് അത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദേ ഏകദേശം നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നമ്മളൊരു 2 ലെയറായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈഡ് ഒനിയനും കാഷ്യൂ, മിൻറ്റ് ലീഫ്, മല്ലിയില ഇതെല്ലാം നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ റൈസും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സെയിം ഗാർണിഷിങ് തന്നെ അതിൻ്റെ മുകളിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ദം ചെയ്യലാണ്. നമുക്ക് ഗാർണിഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിരിയാണി ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്കൊരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ദമ്മ് പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു മണം അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കിത് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ പോകാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ ഈ സോഫ്റ്റ് ബീഫ് ബിരിയാണി?